പി.വി. അൻവർ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞത് ഈ പാർട്ടി സംവിധാനം ഈ ഒരു മനുഷ്യനു വേണ്ടി തകർക്കരുത് എന്നാണ്. റിയാസിനു വേണ്ടി അൻവറിന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നാൽ നിൽക്കില്ല. ഒരു മുഹമ്മദ് റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കണം. ഇത് ഏതു ഘട്ടത്തിൽ, ഏതു പശ്ചാത്തലത്തിലാണ് താങ്കൾ പറഞ്ഞത്? ആകത്തുക ഇതിന്റെ റിസൾട്ട് അതാണ്. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ ബോധ്യവും എൻ്റെ മനസ്സിലാക്കലുമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. കാരണം പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ CM-നോട് പറയുന്ന രീതിയിലേക്ക് ഇത് മാറിയെങ്കിൽ ആരാണ് ബഹുമാനപ്പെട്ട CM-നോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ളത്? പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഈ കാര്യങ്ങൾ പോയി അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആര് തിരുത്താനോ ഉപദേശിക്കാനോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ അദ്ദേഹത്തോട് നേരിട്ട് പോയിട്ട് അങ്ങനെയല്ല CM ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് സഖാവേ എന്ന് പറയാൻ പാർട്ടിയിൽ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യമില്ലാത്തത്? അങ്ങനെ പറയുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പിൻവാങ്ങി. ഈ പറയുന്ന അജിത് കുമാറും ഈ പറയുന്ന ശശിയുമല്ലാതെ ഒരു പബ്ലിക് റിലേഷൻ അദ്ദേഹത്തിലേക്ക് എത്തുന്നില്ല. അവിടെയാണ് ഇതിനൊക്കെ വിഷയങ്ങൾ. ശ്രീ അൻവർ, താങ്കളെ മുഹമ്മദ് റിയാസ് കയറി വരുന്നത്. ശരി, താങ്കളെ പിന്തുണച്ചവർ ഇപ്പോൾ എടുക്കുന്ന നിലപാട് കൂടി പ്രധാനമാണല്ലോ. കാരണം KT ജലീൽ താങ്കൾ പറയുന്നതിനോട് അനുകൂലിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം ഇപ്പോൾ ADGP-യുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നു. പോലീസിൽ സംഘപരിവാർ വൽക്കരണമുണ്ട് എന്നുള്ള കാര്യത്തിൽ അതൊരു സത്യമാണ് എന്ന് താങ്കളോട് യോജിക്കുന്നു. പക്ഷേ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയായില്ല എന്നും പറയുന്നു. അപ്പോൾ താങ്കളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ആരുമില്ലാതെ ആകുന്നു എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണോ? കാരണം താങ്കളുടെ ഒരു പിന്തുണയായി അവിടെ പറഞ്ഞു കേട്ടിരുന്നത് ജലീലാണ്, കാരാട്ട് റസാക്ക്, അങ്ങനെ അബ്ദുറഹിമാൻ തുടങ്ങി താങ്കൾക്ക് അനുകൂലമായി പ്രതികരിച്ചിരുന്നവർ പിന്മാറുന്നതിലേക്ക്, ഒരടി പിന്നോട്ട് പോകുന്നതിലേക്ക് താങ്കളുടെ അമിതമായ പ്രതികരണം ഇടയാക്കിയിട്ടുണ്ടോ? കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുമ്പോഴും ഈ മറ്റു കാര്യങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾക്ക് തെളിവില്ല, പൊതുസമൂഹത്തിന് വേണ്ടി പറയുന്നു എന്നാണ് പറയുന്നത്. ഇതേ വിഷയം നേരത്തെ CPI ഉന്നയിക്കുന്നുണ്ടല്ലോ, പൂരം കലക്കൽ. പക്ഷേ CPI ഉന്നയിക്കുന്നതിനോട് അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് സർക്കാരായാലും മുഖ്യമന്ത്രിയായാലും അത് അഡ്രസ്സ് ചെയ്യുന്നു, അന്വേഷണത്തിലേക്ക് പോകുന്നു. പക്ഷേ താങ്കൾ പറയുന്ന രീതിയും സമീപനവും വ്യത്യസ്തമാണ്. അല്ല, KT ജലീൽ പിന്മാറി, റസാക്ക് പിന്മാറി, അബ്ദുറഹ്മാൻ പിന്മാറി, വേറെ ആരൊക്കെയോ പിന്മാറി, പാർട്ടി നേതാക്കൾ പിന്മാറി. ഞാൻ ഇവരെ ആരെയും കണ്ടിറങ്ങിയതല്ല, ഒരാളെയും പിന്തുണ ചോദിച്ചും ഇറങ്ങിയതല്ല. ഞാൻ മനസ്സിലാക്കിയ സത്യമെന്ന് തോന്നിയ സംഗതികൾ പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ട വിധത്തിൽ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന ബോധ്യത്തിൽ ഞാനത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവർ പിന്മാറിയതുകൊണ്ട് എനിക്കെന്താ? ഇവരോട് ആരും ഞാൻ പിന്തുണ ചോദിച്ചിട്ടില്ലല്ലോ, ഇവരോട് ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ചിലരൊക്കെ അനുകൂലമായി പോസ്റ്റ് ഇട്ടു, ചിലരൊക്കെ പ്രതികൂലമായി പോസ്റ്റ് ഇട്ടു, അത്രയേ ഉള്ളൂ. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ഈ ഉയർത്തിയ വിഷയങ്ങൾ ഈ സമൂഹത്തിൽ ഇനിയും ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. എനിക്കിവിടെ ഇനി ഉയർത്താനുള്ളത് ആരോപണങ്ങളല്ല, രാഷ്ട്രീയ വിഷയങ്ങളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ പല രാഷ്ട്രീയ വിഷയങ്ങളും ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന് പരിഹരിക്കപ്പെടേണ്ട പല വിഷയങ്ങളും ഈ സമൂഹത്തിൽ മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. എന്താ കാരണം? ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ നെക്സസ് ആണ്. ആ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിൽ കിട്ടേണ്ട ഒരുപാട് സാമൂഹിക നീതികൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ എല്ലാ പാർട്ടിയിലെയും പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് ഒരു സീരിയസ് ആയ വിഷയം ടേക്കപ്പ് ചെയ്യാൻ കഴിയുന്നില്ല, ധൈര്യമില്ല. കാരണം അത് ടേക്കപ്പ് ചെയ്താൽ ഇതെവിടെയും എത്തില്ല എന്ന ഒരുപാട് അനുഭവം അത് കോൺഗ്രസിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, ലീഗിലുണ്ട്. BJP-യുടെ സ്ഥിതി എന്താ എനിക്കറിയില്ല. അപ്പോൾ ഈ പാർട്ടികളിലൊക്കെ ഇതുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ പൊതുവായി ഉയർന്നു വരുന്നൊരു വിഷയം ഓപ്പോസിറ്റ് ആളുകളാണ്, ഓപ്പോസിറ്റ് പാർട്ടിയിലെ നേതാക്കളാണ് അതിന് പിന്നിലെങ്കിൽ ഒരു പാർട്ടിയിലെ പ്രവർത്തകർ അത് ഏറ്റെടുക്കുന്നില്ല. കാരണം എന്താ? അവസാനം എൻ്റെ റിസൾട്ട് അത് ഏറ്റെടുത്തവൻ്റെ അപമാനമാണ്. അല്ലെങ്കിൽ അവൻ കള്ളക്കേസിൽ കൊടുക്കും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. ഈ നെക്സസ് ആണ് ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതൊരു സത്യമല്ലേ? അല്ല, ശ്രീ പി.വി. അതിന്റെ ഭാഗമാണല്ലോ ഈ പറയപ്പെടുന്ന ഇപ്പൊ ഈ നടക്കുന്ന